ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ ഫോട്ടോസുകളൊക്കെ PDF ആയി സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരൊറ്റ PDF സൂക്ഷിച്ചാൽ മതി. എല്ലാ ഫോട്ടോസും കൂടി ഒരൊറ്റ PDF ആക്കി നിങ്ങൾക്ക് ആവശ്യമുണ്ടാകുമ്പോൾ ഓരോ ഫോട്ടോ നിങ്ങൾക്ക് പ്രത്യേകം എടുക്കാൻ സാധിക്കും. അത്തരത്തിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ആധാർ കാർഡ് ഉണ്ടാകും, പാൻ കാർഡ്, പാസ്പോർട്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റും ഒരൊറ്റ PDF ആക്കുക. ആവശ്യം വരുമ്പോൾ ഒരൊറ്റ PDF കൈ വെച്ചാൽ മതി, എല്ലാം അതിനകത്തുണ്ടാവും. നിങ്ങളുടെ ഫോട്ടോ അടക്കം അതിനകത്ത് ഉൾപ്പെടുത്തി വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഡോക്യുമെൻറ്റും ഒരൊറ്റ ഫോൾഡറാക്കി വെക്കാം. അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോട്ടോസുകളൊക്കെ ഒരൊറ്റ ക്ലിക്കിൽ വളരെ സിമ്പിളായിട്ട് PDF ആക്കാനും അതുപോലെ PDF എഡിറ്റ് ചെയ്യാൻ, PDF വേർഡിലേക്ക് മാറ്റാൻ തുടങ്ങി ഒരുപാട് ഫീച്ചറുകളുള്ള ഒരു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ആദ്യം ഗൂഗിൾ ഓപ്പൺ ചെയ്ത് ഞാനിവിടെ ഐ ലവ് PDF എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഐ ലവ് PDF എന്ന് മുകളിൽ അതുപോലെ സെർച്ച് ചെയ്ത് കൊടുത്തപ്പോൾ ഏറ്റവും മുകളിൽ ഒരു വെബ്സൈറ്റ് കിട്ടിയിട്ടുണ്ട്. ഐ ലവ് PDF എന്ന് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളുകൾ ഇതുപോലെ ഐ ലവ് PDF എന്ന വെബ്സൈറ്റ് സെർച്ച് ചെയ്യുക. ഇനി മൊബൈൽ ഫോൺ ഉള്ള ആളുകൾ ഇത്തരത്തിൽ ഓപ്പൺ ചെയ്താൽ മതി. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് പ്ലേ സ്റ്റോറിൽ ഐ ലവ് PDF എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് അത്തരത്തിലൊരു ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഇത് രണ്ടും ഒരേ സംഭവമാണ്. ആപ്പ് വേണ്ടവർക്ക് പ്ലേ സ്റ്റോറിൽ ഉപയോഗിക്കാം, വെബ്സൈറ്റ് വേണ്ടവർക്ക് വെബ്സൈറ്റ് ഉപയോഗിക്കാം. ചില ആളുകൾക്ക് ആപ്പ് തീരെ താല്പര്യം ഉണ്ടാവില്ല, അത്തരം ആളുകൾ വെബ്സൈറ്റ് ഉപയോഗിക്കാം. ഇവിടെ നിങ്ങൾക്ക് ഓരോ ഫീച്ചർ നോക്കുക. ഒന്നാമത്തെ മെർജ് PDF. നമുക്ക് 2-3 PDF ഒക്കെ ഉണ്ടെങ്കിൽ ഒരൊറ്റ PDF ആക്കാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് സെലക്ട് PDF എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ സ്റ്റോറേജിൽ നിന്ന് മൊബൈൽ ഗാലറിയിൽ നിന്ന് ആ PDF എല്ലാം സെലക്ട് ചെയ്ത് ഒരൊറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് എല്ലാ PDFും കൂടെ ഒറ്റ PDF ആക്കി മാറ്റാൻ സാധിക്കും. അതുപോലെ സ്പ്ലിറ്റ് PDF ഉണ്ട്. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാം. ഞാനത് കാണിച്ചൊന്നും സമയം കളയുന്നില്ല. ഇവിടെ സ്പ്ലിറ്റ് PDF എന്നുള്ളത് നമുക്ക് PDFിനകത്ത് ഏതെങ്കിലും ഒരു പേജ് അല്ലെങ്കിൽ ഒരു PDFിൽ ഒരു ഭാഗം ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്പ്ലിറ്റ് PDF ക്ലിക്ക് ചെയ്ത് എന്നിട്ട് ഗാലറിയിൽ നിന്ന് ആ PDF സെലക്ട് ചെയ്ത് ആവശ്യമില്ലാത്ത ഭാഗത്ത് അൺടിക്ക് ചെയ്ത് കൊടുത്ത് ബാക്കിയുള്ളത് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്താൽ നിങ്ങൾക്ക് ഒരൊറ്റ PDF ആക്കിയിട്ട് ആവശ്യമില്ലാത്തത് ഒഴിവാക്കി തരും. അതുപോലെ വലിയ PDF ആണെങ്കിൽ അത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കംപ്രസ് ചെയ്ത് അതിൻ്റെ സ്റ്റോറേജ് കുറച്ച് തരും. ഇവിടെ മൂന്നാമത്തത് അതുപോലെ PDF ടു വേർഡ്. നമുക്ക് വലിയ PDFകളൊക്കെ വേർഡിലേക്ക് മാറ്റാൻ ചില ആളുകൾക്ക് CV ഉണ്ടാകും കയ്യിൽ, CV എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകില്ല. അപ്പോൾ അത്ര ആളുകൾക്ക് PDF വേർഡിലേക്ക് മാറ്റി എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. PDF പവർ പോയിൻറ്റിലേക്ക് മാറ്റാനും എക്സലിലേക്ക് മാറ്റാനും അതുപോലെ വേർഡ് PDFിലേക്ക് മാറ്റാൻ അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഫീച്ചറുകൾ. ഇതിനകത്തുള്ള ഫീച്ചറുകൾ എണ്ണമറ്റതാണ്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഒരുപാട് ഫീച്ചറുണ്ട്. ഇതൊക്കെ വളരെ സിമ്പിളാണ്, ഫ്രീ ആണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ. പ്രത്യേകിച്ച് ക്യാഷ് ഒന്നും കൊടുക്കേണ്ട, വളരെ സിമ്പിളായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ യൂസ് ചെയ്യേണ്ട അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളുകൾ യൂസ് ചെയ്യേണ്ട ഒരു ആപ്പാണ്. ഒരുപാട് കാലമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്പും വെബ്സൈറ്റുമാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.